ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനോടെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണെങ്കിൽ നിങ്ങളൊരു ലൈക്കും കൂടി ചെയ്തേക്ക്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാനുള്ളത്, നമ്മൾ സിമൻറ്റ് മിക്സിങ് പല ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് ഏത് സിമൻറ്റാണ് നല്ലത് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പല ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല കാരണം സിമൻറ്റ് ഒരുപാട് സിമൻ്റ് ഉണ്ട്. റാംകോ, ശങ്കർ, അൾട്രാടെക്, അങ്ങനെ ഒരുപാട് സിമൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് സിമൻ്റാണ് പ്ലാസ്റ്ററിങ് നല്ലത് എന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ ആദ്യം തന്നെ സിമൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ പ്ലാസ്റ്ററിങ്ങിന് സിമൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഭിത്തിയൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എപ്പോഴും 5 ചട്ടി മണലിന് 1 ചട്ടി സിമൻ്റ് ഇട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ചില ആൾക്കാർ 6 ചട്ടി മണ്ണിന് 1 ചട്ടി സിമൻ്റ് ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ 5 ചട്ടി മണ്ണിൽ 1 ചട്ടി സിമൻറ്റ്, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിതിൽ സിമൻറ്റ് ഏത് സിമൻറ്റാണെന്ന് വെച്ചാൽ, നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ എപ്പോഴും നല്ലത് റാംകോ അല്ലെങ്കിൽ ശങ്കർ. റാംകോ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ ചെയ്തതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. കാരണം ഇവിടെ 2 തരം സിമൻറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്, അൾട്രാടെക്, റാംകോ. അപ്പോൾ റാംകോ സിമൻറ്റ് നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് സ്മൂത്തായിട്ട് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജോലിക്കാർക്ക് ഭയങ്കര എളുപ്പമാണ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ. അതേസമയം അൾട്രാടെക്കിൻ്റെ സിമൻ്റ് ആണെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ സെറ്റിംഗ് പവർ കൂടുതലാണ്. നമ്മൾ സിമൻറ്റ് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന സിമൻറ്റ് ചാന്ത് പെട്ടെന്ന് സെറ്റാവും. അതുപോലെ തന്നെ നമ്മൾ ഈ ചുമരിൽ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ഗ്രൗട്ടൊക്കെ കോരി ഒഴിച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ അൾട്രാടെക്കിൻ്റെ സിമൻറ്റ് വെച്ച് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ കരണ്ടി വെച്ച് ചാന്ത് കോരി അടിക്കുമ്പോൾ തന്നെ ചുമരിൽ അത് ഉണങ്ങിപ്പിടിക്കും, പെട്ടെന്ന് സെറ്റിംഗ് ആവും. പിന്നെ നമ്മൾ ഈ മുഴക്കോലൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞങ്ങളിവിടെ ചെയ്ത് ഞങ്ങൾ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് മറ്റുള്ളവർക്കും കൂടി അറിയിക്കാമെന്ന് കരുതി ഞാൻ വീഡിയോയിൽ ഇട്ടത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് സെറ്റിംഗ് പവർ കൂടുതലാണ്, പക്ഷേ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ച രീതിയിൽ വർക്ക് നടക്കില്ല. 2, നമ്മൾ തേച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ ഈ പെട്ടെന്ന് ഉണങ്ങിപ്പിടിക്കും. അതായത് ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഉണങ്ങിപ്പിടിക്കും, ചില സ്ഥലങ്ങളിൽ ലൂസായിരിക്കും. അപ്പോൾ അവിടെ ഒരു വെടിച്ചിൽ പോലെയൊക്കെ വരുന്നുണ്ട്. അത് ഈ സിമൻറ്റ് ഭയങ്കര പവറിങ് ആയിട്ടുണ്ടോ, ഭയങ്കര സെറ്റ്. അതായത് നമുക്ക് അൾട്രാടെക്കിൻ്റെ സിമൻറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗം എന്ന് പറയുന്നത് കോൺക്രീറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഈ ഭിത്തി ചുമരൊക്കെ കെട്ടാൻ വേണ്ടിയൊക്കെ നമുക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് സെറ്റാവും. പക്ഷേ ഈ റാംകോ സിമൻറ്റ് അങ്ങനെയല്ല. റാംകോ സിമൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ സിമൻറ്റ് എല്ലാ സിമൻറ്റിലും വാട്ടർ പ്രൂഫിംഗ് ആണ്. വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വേറെ വിഷയമൊന്നുമില്ല. പിന്നെ റാംകോ സിമൻറ്റ്, ശങ്കർ സിമൻറ്റ് ഇതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സെറ്റാവില്ല. അതായത് നമുക്ക് ചാന്ത് മിക്സ് ചെയ്ത് നമുക്കിപ്പോൾ ജോലി ചെയ്യാൻ ഒരു പരുവം കിട്ടും, പെട്ടെന്ന് ഉണങ്ങത്തില്ല. നമ്മൾ ഭിത്തിയിലടിച്ച് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ സെറ്റിംഗ് ആവത്തുള്ളൂ. പക്ഷേ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഞങ്ങളിവിടെ ചെയ്തതിൻ്റെ ആ ഒരു ഇതാണ് ഞാൻ നിങ്ങളിൽ കൂടെ അറിയിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിമൻറ്റ് റാംകോയോ ശങ്കറോ അങ്ങനെ ഏതെങ്കിലും ചെട്ടിനാട് ഇതൊക്കെ എടുക്കാം. അൾട്രാടെക് മാത്രം പ്ലാസ്റ്ററിങ് ചെയ്യാൻ എടുക്കരുത്. കാരണം അത് കോൺക്രീറ്റിന് അതിനൊക്കെ നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് നനയ്ക്കുന്നത്. പിന്നെ പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കും. ഇപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല മറ്റുള്ളവർക്ക്. അപ്പോൾ ഞങ്ങളിതിവിടെ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പിന്നെ കോൺക്രീറ്റിന് ബെസ്റ്റാണ് കേട്ടോ, അൾട്രാടെക് ബെസ്റ്റാണ്. പിന്നെ നമ്മൾ ചുമര് നനയ്ക്കുന്ന രീതി. അപ്പോൾ പല ആൾക്കാർ എന്നോട് വിളിച്ച് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, അത് എത്ര ദിവസം നമ്മൾ നനയ്ക്കണം, എങ്ങനെയാണ് നനയ്ക്കേണ്ടത്, എത്ര നേരം നനയ്ക്കണം എന്നൊക്കെ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടി പറയുമ്പോൾ ഇത് ബാക്കിയുള്ളവർക്കും കൂടി അറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടി പറയുന്നത്. നമ്മൾ പ്ലാസ്റ്ററിങ് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതൽ നമുക്ക് നനച്ച് തുടങ്ങാം. അപ്പോൾ നനയ്ക്കുന്നതെന്ന് പറയുന്നത് മാക്സിമം 5 ദിവസം നനയ്ക്കണം. അതിൽ കൂടുതൽ നനയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം 5 ദിവസം നമ്മൾ നല്ല രീതിയിൽ നനയ്ക്കണം.
അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് നനയ്ക്കുന്ന ഉത്തരവാദിത്വം ക്ലയൻറ്റ് തന്നെ ഏറ്റെടുക്കണം. അത് അവിടെ ജോലി ചെയ്യുന്നവരെ ഏൽപ്പിക്കരുത്. അവർ നനയ്ക്കില്ല അതുകൊണ്ടല്ല, കാരണം അവർക്ക് ഇപ്പം നനയ്ക്കാനുള്ള സമയം കിട്ടില്ല. അവർ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് നനയ്ക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത് നനയ്ക്കുമ്പോൾ വലിയ ഓസിട്ടും അടിക്കരുത്. എപ്പോഴും ഒന്നെങ്കിൽ ചെറിയ ഓസ്, മുകളിലൊരു ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് ചെറിയ ഓസ് വെച്ച് നനയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മഗ്ഗിന് വല്ലതും കോരി ഒഴിച്ച് ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് ഉണങ്ങിപ്പിടിക്കും. എന്നിട്ട് രണ്ടാമത് അതിൻ്റെ മേളിൽ കൂടി ഒന്നും കൂടി ഒഴിക്കണം. അപ്പോൾ ഈ വെള്ളം ചുമരിൽ കൂടി ഒലിച്ചിറങ്ങണം. ആ രീതിയിൽ വേണം നമ്മൾ നല്ല രീതിയിൽ നനയ്ക്കാൻ. അത് എത്ര നേരമെന്ന് പറഞ്ഞാൽ ചിലർ പറയും 2 നേരം 3 നേരം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ടൈം കിട്ടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നനയ്ക്കാം. അതിൽ ഇപ്പം 4 നേരം നനച്ചാലും ഒരു പ്രശ്നവുമില്ല. അത്രത്തോളം നമ്മളെ ചുമരിന് ഭിത്തിക്ക് സ്ട്രോങ് ആയിരിക്കും, നമ്മളെ പ്ലാസ്റ്ററിങ് സ്ട്രോങ് ആയിരിക്കും. അല്ലാതെ ഒരു നേരം വന്ന് ഒരു ദിവസം വന്ന് ഒരു നേരം നനച്ചിട്ട് പോയി അങ്ങനെ ഉപയോഗമില്ല. അതുമല്ലാതെ നമ്മളിപ്പോൾ പണിക്കൊക്കെ നിൽക്കുമ്പോൾ ഹെൽപ്പർമാരെടുത്ത് പറയും ഒരു മണിക്കൂർ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ പോയി ജസ്റ്റ് ഒന്ന് നനയ്ക്കാൻ പറയും. അപ്പോൾ ആ ഒരു മണിക്കൂർ ജസ്റ്റ് ഒന്ന് നനയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും നനയ്ക്കുമ്പോൾ നമ്മളെ ക്ലയൻറ്റ് ഇപ്പം ദൂരെയാണെങ്കിൽ അവിടെ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കണം. അവർക്ക് വല്ലതും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റ് സമയം 3 നേരമാണെങ്കിൽ 3 നേരം നല്ല രീതിയിൽ നനയ്ക്കും. അല്ലാതെ ഈ 7 ദിവസമൊന്നും നനച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം നല്ല രീതിയിൽ നനയ്ക്കുമ്പോൾ തന്നെ ഭിത്തി ഏകദേശം വെള്ളം പിടിക്കും. പിന്നെ ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നനച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം കോരി ഒഴിച്ചിട്ട് ഈ ചുമരിൽ ഒരിക്കലും വെള്ളം പിടിക്കില്ല. ആ വെള്ളം മൊത്തം ഒലിച്ചങ്ങ് താഴെ പോവുകയുള്ളൂ. ആ വെള്ളം ഒഴിച്ചതിൻ്റെ പാട് ചുമരിൽ ആ സമയത്ത് കാണും, പിന്നെ കാണില്ല. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഒരു 5 ദിവസം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നനച്ച് കഴിഞ്ഞാൽ ഒരു 3 നേരം 4 നേരം നിങ്ങൾക്ക് എപ്പോഴൊക്കെ ടൈം കിട്ടുമോ ആ ടൈമിലൊക്കെ നമുക്ക് നനയ്ക്കാം. നനയ്ക്കും തോറും നമുക്ക് പ്ലാസ്റ്ററിങ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും, അത്രയ്ക്ക് ബലമായിരിക്കും. നനപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ്, ഇപ്പോഴും ഈ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ നനയ്ക്കുക. നനയ്ക്കുമ്പോൾ ക്ലയൻറ്റ് തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. മറ്റുള്ളവർ നനയ്ക്കില്ല അതുകൊണ്ടല്ല, അവർക്ക് അതിനുള്ള ടൈം കിട്ടില്ല. കാരണം അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. ജസ്റ്റ് ഒന്ന് നനയ്ക്കാനേ അവർക്ക് സമയം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടി പറയുന്നത്, ക്ലയൻറ്റ് തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇതിൽ അടുത്തൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വൈറ്റ് വാഷ് അടിക്കും. അതായത് ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നമ്മൾ വൈറ്റ് വാഷ് അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് വൈറ്റ് വാഷ് അടിക്കേണ്ടത് എപ്പോഴാണ്? അത് ഇടയ്ക്ക് 1-2 പേരും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് വൈറ്റ് വാഷ് അടിക്കുന്നത് എപ്പോൾ ചെയ്താലും നമ്മളെ ചുമര് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം, ഉണങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു വൈറ്റ് കളറ് കാണിക്കും. ആ ഒരു കളർ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വൈറ്റ് വാഷ് അടിക്കാൻ പാടുള്ളൂ. കാരണം എവിടെയെങ്കിലും ഈ നനവ്, അതായത് പ്ലാസ്റ്ററിങ് ചെയ്ത് 2-3 ദിവസം നനച്ച് 3ൻ്റെ അന്ന് വന്ന് വൈറ്റ് വാഷ് അടിച്ചു കഴിഞ്ഞാൽ ആ നനവിൻ്റെ ഈർപ്പം ഉള്ളിടത്ത് അവിടെ ഒരിക്കലും പിന്നെ ഉണങ്ങില്ല. ആ ഈർപ്പത്തിൻ്റെ ആ പാട് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. നമ്മളതിൽ പെയിൻ്റ് അടിച്ച് ഒക്കെ എടുക്കുമ്പോഴും ആ ഒരു ഈർപ്പം, ഒരു അടയാളം അവിടെ കാണിക്കും. അത് ഒരുപാട് സൈറ്റിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇടയ്ക്ക് ചില ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നമ്മൾ ചുമര് എപ്പോഴും നല്ല രീതിയിൽ ഉണങ്ങണം. പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് ഒരു 3-4 ഒരു മാക്സിമം ഒരു 5 ദിവസം നല്ല രീതിയിൽ നനച്ച് പിന്നെ ഒരു 4-5 അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും കിടന്ന് അത് നല്ല രീതിയിൽ ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിൽ വൈറ്റ് വാഷ് അടിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഉണങ്ങാതെ വൈറ്റ് വാഷ് അടിച്ചു കഴിഞ്ഞാൽ ആ ഈർപ്പത്തിൻ്റെ കളർ എപ്പോഴും അതിൽ കാണും. അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ഈ ഒരു 3 കാര്യം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ എല്ലാ കാര്യവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. അപ്പോൾ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഈ നമ്മളെ മലയാളികളാണല്ലോ, അവർക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ഇങ്ങനെ കുത്തിയിരുന്ന് കാണേണ്ട ആവശ്യം അവർക്ക് കാണില്ല. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. സിമൻറ്റ് സെലക്ഷൻ, അത് പ്ലാസ്റ്ററിങ് റാംകോ ശങ്കർ ഇതിലേതെങ്കിലും എടുക്കുക. പിന്നെ നനയ്ക്കുന്നത് പ്രോപ്പറായിട്ട് 5 ദിവസം ക്ലയൻറ്റ് തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നല്ല രീതിയിൽ നനയ്ക്കുക. ഇപ്പോൾ നിങ്ങളൊരു വർക്ക് കോൺട്രാക്റ്റിന് മൊത്തത്തിൽ റേറ്റിന് കൊടുത്താലും അവർ നനച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പറ്റുന്ന സമയത്ത് നിങ്ങളും കൂടി ഒന്ന് നനയ്ക്കുക. ഇപ്പോൾ ഒരുപാട് നനച്ചെന്നും പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മളെ ചുമര് അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് അത് മാക്സിമം നിങ്ങളൊന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക.
എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിതിലെ ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. വീട് പണിയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പറഞ്ഞ് ഏകദേശം ഞങ്ങൾ ഈ റൂം കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, വർക്ക് നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. മുഖ്യ ആൾക്കാരും വന്നിട്ട് പറയും നിങ്ങൾ വാരിപ്പറക്കി ചെയ്യുന്നു, വൃത്തിയില്ല, നോക്കിയാൽ അറിയാം.